കുഞ്ഞുങ്ങൾക്കൊപ്പം പുൽക്കൂടൊരുക്കാം എന്ന ശാലോമിൻ്റെ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കൊക്കെ സ്വാഗതം. ക്രിസ്തുമസിൻ്റെ അകന്നൊരുക്കത്തിൽ മാതാപിതാക്കളുടെ വിശുദ്ധീകരണത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. 3-ാം ദിവസമായ ഇന്ന് മാതാപിതാക്കളുടെ ബാല്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. നമ്മുടെയൊക്കെ മാതാപിതാക്കളിലൂടെയാണ് ദൈവം നമുക്ക് ജന്മം തന്നിട്ടുള്ളത്. ഒരുപക്ഷെ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിലെ ഉപകരണങ്ങളാണ് നമ്മുടെ മാതാപിതാക്കൾ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ ഓർക്കണം, നിങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലെ ഉപകരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതങ്ങളെ നമ്മളൊന്ന് വിശകലനം ചെയ്യണം. ക്രിസ്തുമസിന് നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ കുഞ്ഞുങ്ങളോടുകൂടെ ക്രിസ്തുമസിനായി, ഉണ്ണീശോയുടെ ജനനത്തിനായി പുൽക്കൂടൊരുക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ബാല്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുക. കർത്താവിൻ്റെ ഒരു വചനമുണ്ട്, വൃക്ഷം നന്നായാൽ ഫലങ്ങൾ നല്ലതാകും. നമ്മളാകുന്ന വൃക്ഷം, മാതാപിതാക്കളാകുന്ന വൃക്ഷം നല്ലതാണെങ്കിൽ നമ്മുടെ കുട്ടികളും നല്ലതാകും. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് മാതാപിതാക്കളായ നമ്മൾ ഒന്ന് വിചിന്തനം നടത്താം. നമ്മുടെ ബാല്യം എങ്ങനെയായിരുന്നു? ഉണ്ണീശോയെപ്പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും മാതാപിതാക്കന്മാർക്കും ദൈവത്തിനും ഇഷ്ടപ്പെട്ടൊരു ബാല്യം എനിക്കുണ്ടായിരുന്നു. കുറവുകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടാകും. ആ കുറവുകളെ ഓർത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ഈ നല്ല സമയം നമുക്ക് മാപ്പപേക്ഷിക്കാം. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിലെ ഉപകരണങ്ങളായ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം ഇരുന്ന് ആത്മാർത്ഥമായി ഈ ക്രിസ്തുമസിന് നമുക്കൊരുങ്ങാം. മക്കൾ ദൈവം നമുക്ക് തന്നിട്ടുള്ള വലിയ ദാനങ്ങളാണ്. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പത്താണ് നമ്മുടെ മക്കൾ. ഈ മക്കളെ ഞാൻ ഏറ്റുവാങ്ങി ഈ ഭൂമിയിൽ ജീവിക്കുന്ന വലിയ ദൈവാനുഭവമാക്കി വളർത്തണമെങ്കിൽ നമ്മൾ ശുദ്ധീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഏറെയാണ്. പ്രത്യേകമായി ഈ ഒരു ദിവസം നമ്മൾ തിരുത്തപ്പെടേണ്ട കുറവായി നമ്മളിലുള്ള പകയും വിദ്വേഷവും നമുക്ക് ഓർക്കാം. മാതാപിതാക്കളായി നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്കുണ്ടായ മുറിവുകൾ, നമുക്കുണ്ടായ തിക്താനുഭവങ്ങൾ, അത് നമ്മെ പലപ്പോഴും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ വിദ്വേഷമില്ലാതെ, പകയില്ലാതിരിക്കാൻ നമ്മൾ ഓർക്കുക. കുട്ടിക്കാലത്ത് മാതാപിതാക്കളായ നമ്മളെ ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് അവരോടൊക്കെ ക്ഷമിക്കാം. കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഈ ക്രിസ്മസിന് ഒരുങ്ങുമ്പോൾ മാതാപിതാക്കളെ നമ്മളും കർത്തൃസന്നിധിയിൽ ഇത് ഏറ്റുചൊല്ലുക. ദൈവമേ, എൻ്റെ കുട്ടിക്കാലത്ത് അറിഞ്ഞുമറിയാതെയും പലരും എന്നെ വേദനപ്പെടുത്തിയിട്ടുണ്ട്, പലരും എന്നെ മുറിപ്പെടുത്തിയിട്ടുണ്ട്. അവരോടുള്ള വിദ്വേഷവും പകയും എന്നിൽ ഇപ്പോഴുമുണ്ട്. തിരുത്തപ്പെടേണ്ടത് അതാ. ഇനി ഞാൻ കൊണ്ടു നടക്കേണ്ടത് ക്ഷമിക്കാനുള്ള വലിയ വരമാണ് എന്ന് ഈ നല്ല ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. ക്ഷമയോടുകൂടെ ഉള്ളിലുള്ള ദേഷ്യവും വിദ്വേഷവും ഒക്കെ എടുത്തു കളഞ്ഞ് നമ്മുടെ മക്കളോടൊപ്പം ഉണ്ണീശോയെ സ്വീകരിക്കാൻ ഈ പുൽക്കൂടിനായി നമുക്കൊരുങ്ങാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉണ്ണീശോയെ, വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും പകയുടെയും വേരുകൾ നീക്കി ക്ഷമയുടെ പുണ്യത്തിൽ ഞങ്ങളെ വളർത്തണമേ.